ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചതിൽ സുപ്രീംകോടതിയിൽ നിന്നും വ്യക്തത തേടി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾക്ക് മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വയനാട് ടൌൺഷിപ്പ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് 351 കോടി രൂപയുടെ ഭരണാനുമതി നൽകാൻ മന്ത്രിസഭാ തീരുമാനം. തപാൽ വോട്ടുകൾ തിരുത്തിയെന്ന പരാമർശത്തിൽ മുൻ മന്ത്രി ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി വിവാദ പരാമർശത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 CISF ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ബീഹാറിൽ അല്പസമയത്തിനകം സമാപനം. വാർത്തകൾ വിശദമായി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചതിൽ സുപ്രീംകോടതിയിൽ നിന്നും വ്യക്തത തേടി രാഷ്ട്രപതി ദ്രൌപദി മുർമു. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർമാർക്ക് ബില്ലുകൾ അംഗീകരിക്കുന്നതിന് സുപ്രീംകോടതി 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഭരണഘടനയിൽ പരാമർശിക്കാതെ സമയപരിധി കോടതിക്ക് നിശ്ചയിക്കാൻ സാധിക്കുമോയെന്ന് രാഷ്ട്രപതി ആരാഞ്ഞു. ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീമതി മുർമു ഇത് സംബന്ധിച്ച 14 കാര്യങ്ങളിൽ വ്യക്തത തേടിയത്. ബിൽ സമർപ്പിക്കപ്പെട്ടാൽ ഗവർണർക്ക് മുന്നിലുള്ള ഭരണഘടനാ സാധ്യതകൾ, വിവേചനാധികാരം, ജുഡീഷ്യൽ അവലോകനത്തിനുള്ള വിലക്ക് എന്നിവയെക്കുറിച്ച് രാഷ്ട്രപതി സുപ്രീംകോടതിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾക്ക് മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ പൂർണ്ണമായും ഉഭയകക്ഷിപരമായിരിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ഇന്ത്യ കാലങ്ങളായി പിന്തുടരുന്ന ഈ നയത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും ഇതിൽ സൈനിക ഇടപെടൽ നടത്തരുതെന്ന് പാകിസ്ഥാനോട് വ്യക്തമാക്കിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. വയനാട് ടൌൺഷിപ്പ് പദ്ധതിക്ക് 351 കോടി രൂപയുടെ ഭരണാനുമതി നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെയാണ് ഇത്. ശബരിമല ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതിയുടെ പുരോഗതി സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രധാനമന്ത്രി ജൻജാതീയ ആദിവാസി ന്യായ മഹാ അഭിയാൻ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ 261 ആദിവാസി വീടുകളുടെ വൈദ്യുതീവൽക്കരണത്തിനായി KSEB സമർപ്പിച്ച 57 ലക്ഷം രൂപയുടെ പദ്ധതി രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. ദീർഘകാലമായി പരിഹാരം കാണാതെ കിടക്കുന്ന വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയാണ് മേഖലാ അവലോകന യോഗങ്ങൾ വഴി ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ മേഖലാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുവപ്പുനാടയുടെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ അനുകൂല മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയും മാറേണ്ട ആളുകൾ ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന്റെ മൊഴിയെടുത്തു. അമ്പലപ്പുഴ തഹസീൽദാർ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ജില്ലാ കളക്ടറാണ് വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. പ്രസംഗത്തിനിടെ ജി സുധാകരൻ നടത്തിയ വെളിപ്പെടുത്തലിൽ കേസെടുക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ നിർദ്ദേശം നൽകിയിരുന്നു. വെളിപ്പെടുത്തലിനെ അത്യന്തം ഗൌരവമായാണ് കാണുന്നതെന്നും ഗുരുതരമായ നിയമലംഘനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറി നെല്ലിന്റെ ഗുണനിലവാരത്തിൽ കുറവ് സംഭവിക്കുകയും കരാറിലേർപ്പെട്ട മില്ലുകൾ നെല്ല് സംഭരിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇടപെട്ട സർക്കാർ. കൃഷിവകുപ്പ് നേരിട്ട് നെല്ല് സംഭരിക്കുമെന്നും ഇതിനായി 3 കോടി രൂപ പ്രത്യേക പാക്കേജായി അനുവദിച്ചതായും കൃഷിമന്ത്രി P. പ്രസാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൃഷിവകുപ്പ് ബന്ധപ്പെട്ട കൃഷിവകുപ്പിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി നെല്ല് സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനായി 3 കോടി രൂപ പ്രത്യേകമായി അനുവദിക്കുകയും ഉണ്ടായി. സാധാരണഗതിയിൽ നെല്ലിന്റെ സംഭരണത്തിന്റെ കാര്യത്തിൽ പാഡി റെസിപ്റ്റ് ഷീറ്റ് പ്രകാരമാണ് നെല്ലിന്റെ സംഭരണ പ്രക്രിയ നടക്കുന്നത്. ഇവിടെ അത്തരമൊരു PRS സംവിധാനത്തിലൂടെ ഈ നെല്ല് സംഭരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കർഷകർക്ക് പണം നൽകുന്നത് ഒരു പ്രതിസന്ധിയായി തീരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ ഒരു പാക്കേജായി ഫണ്ട് അനുവദിക്കുന്ന തരത്തിലേക്ക് എത്തി. ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. ഏപ്രിൽ 3-ന് ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ ആശമാർ ആവശ്യപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പരിശോധിച്ച് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി. കുമാർ നേതൃത്വം നൽകുന്ന സമിതിയെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ രാജ്യം കൈവരിച്ച വിജയത്തിൽ അഭിനന്ദനമറിയിച്ച് മുൻ സൈനിക സംഘടനകൾ നാളെ കണ്ണൂരിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. നാളെ വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ പ്രഭാ ജംഗ്ഷനിലെ വിളക്കുന്തറ മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ യുദ്ധസ്മാരകത്തിൽ സമാപിക്കും. തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും ഉണ്ടാവും. ഒരു സംഘടനയുടെയും പതാകയോ ചിഹ്നങ്ങളോ ഉപയോഗിക്കുകയില്ല. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ മുഴുവൻ രാജ്യസ്നേഹികളും പങ്കെടുക്കണമെന്ന് NXCC ദേശീയ വൈസ് ചെയർമാൻ വിജയൻ പാറാലി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൊല്ലത്തും കോഴിക്കോടും നാളെ ത്രിവർണ്ണ സ്വാഭിമാന യാത്രകൾ നടക്കും. തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന തിരങ്കാ യാത്രയിൽ ആവേശകരമായ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 CISF ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. CISF കോൺസ്റ്റബിൾ മോഹൻകുമാർ, SI വിനയകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയുണ്ടായ തർക്കത്തെ തുടർന്ന് അങ്കമാലി സ്വദേശി ഐവിൻ ജിജോയാണ് കൊല്ലപ്പെട്ടത്. 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തതായും സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും CISF ദക്ഷിണ മേഖല DIG അറിയിച്ചു. മലപ്പുറം കാളികാവിൽ കടുവ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തി നാട്ടുകാർ. സ്ഥലത്തെത്തിയ നിലമ്പൂർ സൌത്ത് DFOയെ നാട്ടുകാർ തടഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ചത്. ഗഫൂറിന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി സംസ്ഥാന സർക്കാർ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു നാളെ കൈമാറുമെന്ന് DFO അറിയിച്ചു. ഗഫൂറിന്റെ ഭാര്യയ്ക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. കടുവയെ പിടികൂടുന്നതിനായി ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള 25 അംഗ സംഘം സ്ഥലത്തെത്തി. കുങ്കിയാനകളെയും ദൌത്യത്തിനായി സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. മർദ്ദനമേറ്റ യുവ അഭിഭാഷക ശ്യാമിലിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് തിരച്ചിൽ തുടരുകയാണ്. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബാർ കൌൺസിൽ ഇന്നലെ ബെയ്ലിൻ ദാസിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. KM ഖാദർ മെയ്ദീൻ അധ്യക്ഷനായും PK കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറിയായും ET മുഹമ്മദ് ബഷീർ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും തുടരും. ചരിത്രത്തിലാദ്യമായി ലീഗ് ദേശീയ കമ്മിറ്റിയിൽ വനിതകളെയും ഉൾപ്പെടുത്തി. കേരളത്തിൽ നിന്ന് ജയന്തി രാജൻ, തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസാഫർ എന്നിവരാണ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടത്. ചെന്നൈയിൽ നടന്ന മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വളർച്ചയുമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 ഏപ്രിൽ മുതലുള്ള ഒരു വർഷത്തിനിടെ 49 ലക്ഷത്തോളം യാത്രക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളം സേവനമൊരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചരിത്രത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ 44,11,235 യാത്രക്കാരെ അപേക്ഷിച്ച് 10% വർധന. നിലവിൽ പ്രതിദിനം ശരാശരി 14,614 യാത്രക്കാരാണ് തിരുവനന്തപുരം വഴി 9 ഇന്ത്യൻ നഗരങ്ങളിലേക്കും 14 വിദേശ നഗരങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ബീഹാറിൽ അല്പസമയത്തിനകം സമാപനം. 58 സ്വർണവും 47 വെള്ളിയും ഉൾപ്പെടെ 158 മെഡലുകളുമായി മഹാരാഷ്ട്രയാണ് ഗെയിംസിൽ ഒന്നാം സ്ഥാനത്ത്. 117 മെഡലുകളുമായി ഹരിയാന രണ്ടാം സ്ഥാനത്തും രാജസ്ഥാൻ മൂന്നാമതുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചതിൽ സുപ്രീംകോടതിയിൽ നിന്നും വ്യക്തത തേടി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾക്ക് മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വയനാട് ടൌൺഷിപ്പ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് 351 കോടി രൂപയുടെ ഭരണാനുമതി നൽകാൻ മന്ത്രിസഭാ തീരുമാനം. തപാൽ വോട്ടുകൾ തിരുത്തിയെന്ന പരാമർശത്തിൽ മുൻ മന്ത്രി G. സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി വിവാദ പരാമർശത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 CISF ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ബീഹാറിൽ അല്പസമയത്തിനകം സമാപനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:20.